വെൽക്കം ടു കോലൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷനിൽ നിന്നും കുറച്ച് PYQ ആണ്. പാർട്ട് 5 ക്ലാസ് ആണ്. നമ്മൾ ഇതുവരെ പാർട്ട് 4 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു നോക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ക്ലാസ്സുകളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ പോലും നിങ്ങളത് പറയുക. കാരണം ഓരോ കുട്ടികൾക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലായിരിക്കും അല്ലേ? അപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളും കൂടെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഞങ്ങളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഷോൾ ഗീവ് ലോൺസ് ടു നോൺ മെമ്പേഴ്സ് ഓൾസോ. ഓപ്ഷൻസ് നോക്കൂ. എ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ബി റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നോൺ മെമ്പേഴ്സിനും, അതായത് മെമ്പേഴ്സ് അല്ലാത്തവർക്കും വായ്പകൾ കൊടുക്കുന്ന ബാങ്ക് അത് ഏത് ബാങ്കാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതിന്റെ ബ്രാൻഡ് നെയിം ആണ് കേരള ബാങ്ക്. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് മറന്നു പോകരുത്. നോൺ മെമ്പേഴ്സ് അല്ലാത്തവർക്കും ലോണുകൾ കൊടുക്കും. അപ്പൊ ഇവരുടെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ് നമ്മുടെ കേരള ബാങ്കിന്റെ മെമ്പേഴ്സ്. അപ്പെക്സ് ബാങ്ക് ഫോർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. അതാരാണ്? കേരള ബാങ്ക് ആണ്. ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം വായ്പകൾ കൊടുക്കുന്നതിൽ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ബാങ്ക് ആണ് കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട 2 കമ്മിറ്റികളുണ്ട്. ഏതൊക്കെയാണ്? ശ്രീറാം കമ്മിറ്റിയും പിന്നീട് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്കും. ശ്രീറാം കമ്മിറ്റിയെ ദ കമ്മിറ്റി ഓൺ കേരള ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ വർഷം 2016 അപ്പോയിന്റ് ചെയ്യുന്നു, 2017 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ശ്രീറാം കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇംപ്ലിമെന്റേഷന് വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏത്? ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഓൺ കേരള ബാങ്ക് റിപ്പോർട്ട്. അതിന്റെ വർഷം ഏതാണ്? 2018. ഇനി നമുക്ക് നോക്കാം കേരള ബാങ്ക്. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ നോക്കാം. DCBകളുടെ അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്തത് കേരള ബാങ്കിലേക്ക്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക് എന്നാണത്? 2019 മാർച്ച് 7. കേരള ബാങ്ക് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ്. അവരുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് മുതലാണ്? 2019 നവംബർ 29. മറന്നു പോകരുത്, 29th നവംബർ 2019. പിന്നെ വരുന്നത് ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. അതേതാണ്? കേരള ബാങ്ക് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അതിന്റെ വർഷവും പഠിക്കണം. 1966 ജൂലൈ 1. നമ്മുടെ പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക് ഏതാണ്? ഗോപി കോട്ടമുറിക്കലാണ്. രാജൻ PS ആണ് CEO ഓഫ് കേരള ബാങ്ക്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ RBIയുടെ കൺട്രോളിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ മാർച്ച് 1, 1966 RBI കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ലൈസൻസ് കൊടുത്തത് എന്നാന്ന് ചോദിച്ചാൽ അത് 1972, 1972. ഫോർമേഷൻ ഓഫ് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 14A-യും 74H-ഉം ആണ്. പിന്നെ കൂടാതെ ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 10C. അപ്പൊ നിങ്ങൾ ഇത് തന്നെ പഠിക്കണം. സെക്ഷൻ 14A, 74H, ചാപ്റ്റർ 10C. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോർപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് ദ ഫേമസ് സേയിങ് ഓഫ് ഡാഷ്. Options are A. All India Rural Credit Survey Committee, B. All India Rural Credit Review Committee, C. Graphic Card, D. McLagan Committee. Answer is option A. All India Rural Credit Survey Committee. ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പല തവണ ചോദിച്ചിട്ടുണ്ട്, മുമ്പും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന ടോപ്പിക്കിൽ സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റിക്കും ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരാണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോർപ്പറേഷൻ മസ്റ്റ് സക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരാണ്? നമ്മുടെ സർവേ കമ്മിറ്റിയാണ്. കോർപ്പറേഷൻ തോറ്റിരിക്കുന്നു, പക്ഷെ ഇത് ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറഞ്ഞത് സർവേ കമ്മിറ്റിയാണ്. സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? AD ഗോർവാല. 1951 അപ്പോയിന്റ് ചെയ്യുന്നു, 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇതും ചോദിച്ചിട്ടുണ്ട്. ആരാണ്? RBI ആണ്. നമ്മുടെ സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റിയും അപ്പോയിന്റ് ചെയ്തത് RBI ആണ്. സർവേ കമ്മിറ്റിയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണ്?
AD ഗോർവാല, DR ഗാഡ്ഗിൽ, B വെങ്കിട്ടപ്പൈ, NSR ശാസ്ത്രി. NSR ശാസ്ത്രിയാണ് മെമ്പർ സെക്രട്ടറി. AD ഗോർവാല ചെയർമാൻ ആയതുകൊണ്ട് തന്നെ ഈ സർവേ കമ്മിറ്റിക്ക് വേറൊരു പേരുമുണ്ട്. എന്താണ്? ഗോർവാല കമ്മിറ്റി. ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെട്ടിരുന്നതും സർവേ കമ്മിറ്റിയാണ്. ഒരു സുപ്രധാനമായ എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഏറ്റവും വലിയൊരു കാര്യം ചെയ്തത് സർവേ കമ്മിറ്റിയാണ്. പിന്നെ നമ്മുടെ ഒരു മഹത്തായ കാര്യം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്നൊക്കെ പറയുന്നതും സർവേ കമ്മിറ്റിയാണ്. മാഗ്ന കാർട്ട. എന്താണ് പറയുന്നത്? മാഗ്ന കാർട്ട. പിന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞത് സർവേ കമ്മിറ്റിയാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് സർവേ കമ്മിറ്റി. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് SBI എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞതും, ക്രിയേറ്റ് വേരിയസ് ഫണ്ട് പലതരത്തിലുള്ള ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നീട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റൂറൽ ഡിബഞ്ചർ ഇൻ ഇന്ത്യ, ഫോർമേഷൻ ഓഫ് NCDC, ഇതൊക്കെ എന്താണ്? നമ്മുടെ സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിവ്യൂ കമ്മിറ്റിയും കൂടെ പെട്ടെന്നൊന്ന് പറയാം. റിവ്യൂ കമ്മിറ്റി എന്താണ്? വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്ന് പറയും. കാരണം റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? B വെങ്കിട്ടപ്പൈ ആണ്. എന്നാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? 1966 69 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി SFDA എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞത് റിവ്യൂ കമ്മിറ്റിയാണ്. പിന്നീട് എസ്റ്റാബ്ലിഷ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് 1970 ക്രെഡിറ്റ് ബോർഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതും നമ്മുടെ റിവ്യൂ കമ്മിറ്റിയാണ്. പിന്നീട് ക്രെഡിറ്റ് ഫോർ ആനിമൽ ഫിഷറീസ് മാർക്കറ്റിംഗ് എക്സെട്ര, ഇവർക്കൊക്കെ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതും റിവ്യൂ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു 2 കമ്മിറ്റികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനും കൂടെ പറയാൻ വിട്ടുപോയി. മൾട്ടി ഏജൻസി അപ്രോച്ച് റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് മൾട്ടി ഏജൻസി അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ 2 സർവേ കമ്മിറ്റിയുടെയും റിവ്യൂ കമ്മിറ്റിയുടെയും വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. പിന്നെ വരുന്നത് ഗ്രാഫിക് കാർഡ്. എന്താണ്? ഈ ഓപ്ഷൻസിലുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ ഫോം പലതവണ ചോദിച്ചിട്ടുണ്ട്. കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ എക്സ്പാൻഷൻ. ആരാണ് ചെയർമാൻ? B ശിവരാമൻ. അതുകൊണ്ട് തന്നെ B ശിവരാമൻ കമ്മിറ്റി എന്നും മറ്റൊരു പേരുണ്ട്. എന്നാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? 79 അപ്പോയിന്റ് ചെയ്യുന്നു. 81 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ഫോർമേഷൻ ഓഫ് നബാർഡ്. നബാർഡ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ റീഓർഗനൈസേഷൻ ഓഫ് RRBs ഇൻ ഇന്ത്യ, റെക്കമെൻഡ് അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ജുറിഡിക്ഷൻ ഓഫ് നബാർഡ്. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The modern concept of cooperation is altogether different from the primitive one. It denotes a special method of doing business. This interpretation was given by options are A. T.N. Hajila, B. Maglagan Committee, C. Mirda Committee, and D. Cooperative Review Committee. Answer is option A. T.N. Hajila. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടൊരു കൊട്ടേഷൻ തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കോർപ്പറേഷനിൽ തന്നെ പല ഏരിയയിൽ നിന്നും ചോദിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കൊട്ടേഷൻസ്, പബ്ലിക്കേഷൻസ്. ഈ ബുക്ക് എഴുതിയത് ആരാണ്, പിന്നെ ഈ പറയുന്ന കണക്ക് ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത് ആരാണ്, പിന്നെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം, ഒരു വർഷം ചോദിക്കാം. ഇതെന്നൊക്കെ പറയുന്ന സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ കാണാൻ കഴിയും പല ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരുടെ പബ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? സ്മാർട്ട് വർക്ക്. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് നമ്മൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നമുക്ക് കോർപ്പറേഷനിൽ 2 കോൺസെപ്റ്റ് ഉണ്ട്. ഓൾഡ് കോൺസെപ്റ്റും പിന്നെ മോഡേൺ കോൺസെപ്റ്റ്. ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട പഴയ നമ്മുടെ ഒരു ധാരണ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ വേ ഓഫ് ലൈഫ് ദാൻ എ ഫോം ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിലുപരി ഇതൊരു ജീവിത രീതിയാണ് എന്ന് പറഞ്ഞതാണ് ഓൾഡ് കോൺസെപ്റ്റ്. മോഡേൺ കോൺസെപ്റ്റ് ആണ് എന്ത്? ഇറ്റ് ഈസ് ദ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്.
ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ മെത്തേഡാണ് എന്ത്? കോപ്പറേഷൻ. അപ്പൊ ഇത് പറഞ്ഞത് ആരാണ്? TN ഹജീലയാണ്. അപ്പൊ മറന്നു പോകരുത്. ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള 1-2 കൊട്ടേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ മഗ്ലഗൻ കമ്മിറ്റിയുടെ നോക്കാം. മഗ്ലഗൻ കമ്മിറ്റി പറഞ്ഞതാണ്, ഇപ്പൊ നിങ്ങൾ ഈ കൊട്ടേഷൻ പഠിക്കുമ്പം ചെറിയ കൊട്ടേഷൻ ആണെങ്കിൽ നമുക്കത് കാണാതെ പഠിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് നമുക്ക് കാണാതെ പഠിക്കാം. ചിലതൊക്കെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് വേണം? അതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. മഗ്ലഗൻ നമുക്ക് നോക്കാം. ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് man can by association with others by obtaining mutual support and moral development in his own degree develop himself to the fullest extent of his natural abilities. ഇതാണ് മഗ്ലഗൻ പറഞ്ഞത്. ഇതിൽ നമുക്ക് ഐസൊലേറ്റഡ് എന്നുള്ളൊരു വേർഡ്, ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് എന്ന വേർഡ് മാത്രം ഓർത്ത് വെക്കുക. അത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ മഗ്ലഗനാണ് പറഞ്ഞത്. ഓക്കെ, ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആര് പറഞ്ഞെന്ന് എഴുതണം? മഗ്ലഗൻ കമ്മിറ്റി പറഞ്ഞ കൊട്ടേഷൻ ആണ്. അതായത് നമ്മൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ശക്തിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലേ. നമുക്കൊരു സപ്പോർട്ടും ഒരു മ്യൂച്വൽ സപ്പോർട്ടും ഒരു മോറൽ ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ മുന്നോട്ട് വരാം എന്നാണ് മഗ്ലഗൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വിശദമായ രീതിയിലോട്ട് നിങ്ങൾ പോകണ്ട. സ്മാർട്ട് വർക്ക് എന്താണ്? ഇതിൽ നിന്നും ഒരു കോർ പോയിന്റ് എടുത്ത് വെക്കുക, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെഴുതും? മഗ്ലഗൻ കമ്മിറ്റി എഴുതും. ഇനി നമുക്ക് നോക്കാം, ഫേമസ് ആയിട്ട് പറഞ്ഞത് ഹൊറൈസ് പ്ലങ്കറ്റ്. ഇദ്ദേഹത്തിന്റെ ഒരു 1-2-3 കൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ബെറ്റർ ഫാമിംഗ്, മികച്ച കൃഷി, മികച്ച ബിസിനസ്, അതിലൂടെ മികച്ച ജീവിത രീതി എന്ന് പറഞ്ഞത് ആരാണ്? ഹൊറൈസ് പ്ലങ്കറ്റ്. അപ്പോൾ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ് ആരാണ്? ഹൊറൈസ് പ്ലങ്കറ്റ്. പിന്നെ അദ്ദേഹം വേറൊരു കൊട്ടേഷൻ കൂടെ പറഞ്ഞു, കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഫോർ ബെറ്റർ ഫാമിംഗ്. അവിടെയും ഒരു ബെറ്റർ ഫാമിംഗ് കണ്ടു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ ഫാമിംഗ് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആരെ എഴുതാൻ പറ്റും? ഹൊറൈസ് പ്ലങ്കറ്റിനെ എഴുതാൻ പറ്റും. പിന്നെ കോപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് ദ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് പോളിസി. ഇന്ത്യയിൽ സഹകരണം വന്നത് ഗവൺമെന്റ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞതും ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഇങ്ങനെ 3 കൊട്ടേഷൻസ് പറഞ്ഞതും ആരാണ്? ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഇനി മിർദ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ പറഞ്ഞത് എന്താണ്? That audit is necessary to maintain public image of cooperation and to assure the state and the general public that the movement is proceeding on right lines. എന്താ പറഞ്ഞത്? പബ്ലിക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് എന്നുള്ളത് നമ്മുടെ കോർപ്പറേഷനിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞത് മിർദ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഓഡിറ്റിനെ കുറിച്ച് പലവരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മുടെ മഗ്ലഗനും ഓഡിറ്റ് നെസസറി ആണ്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ട് ഓഡിറ്റ് വേണമെന്ന് മഗ്ലഗനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഓർത്ത് പഠിക്കുക. ഓഡിറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ പബ്ലിക് ഇമേജ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? മിർദ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ്. പിന്നെ വരുന്നത് CR ഫേ. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് കൊട്ടേഷൻ ആണ്, കോർപ്പറേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ജോയിന്റ് ട്രേഡിംഗ്. ജോയിന്റ് ട്രേഡിംഗ് എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് CR ഫേ ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സോഷ്യോ ഇക്കോണമിക് കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇതും പറഞ്ഞത് CR ഫേ ആണ്. ചാൾസ് ഗേഡ് എന്താണ് പറഞ്ഞത്? കോർപ്പറേഷൻ ഈസ് മോർ ദാൻ എ എക്കണോമിക് സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. അപ്പൊ മ്യൂച്വൽ എയ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാൾസ് ഗൈഡിനെ ആലോചിക്കുക. ഗൈഡ് എയ്ഡ്, ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒരേപോലെ വരുന്നില്ലേ? ഗൈഡ് എയ്ഡ്, മ്യൂച്വൽ എയ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെ പറയണം? ചാൾസ് ഗൈഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് ആർ എ കുസ്രു കമ്മിറ്റി, ബി സ്വാമിനാഥൻ കമ്മിറ്റി, സി ശിവരാമൻ കമ്മിറ്റി ആൻഡ് ഡി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, കുസ്രു കമ്മിറ്റി. നമ്മളിവിടെ പറഞ്ഞു കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടേമിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുസ്രു കമ്മിറ്റി എന്നും അറിയപ്പെടും. കാരണം AM കുസ്രു ആണ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ കുസ്രു കമ്മിറ്റി എന്നും അറിയപ്പെടും. ഇവരെ എന്നാണ് അപ്പോയിന്റ് ചെയ്തത്? 1986-ലാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1989-ലാണ്.
ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഏതാണ്? ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക, BDP. പിന്നെ നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ഇന്ത്യയും നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോബിയും രൂപീകരിക്കുക എന്നൊക്കെ പറഞ്ഞത് ആരാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലുള്ളത് നോക്കാം, സ്വാമിനാഥൻ കമ്മിറ്റി. സ്വാമിനാഥൻ കമ്മിറ്റി എന്ന് പറയുന്നത് എന്നാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്? 1973 1974 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. NCCT ആണ്, NCCT കൊണ്ടുവരണം, NCCT റെക്കമെൻഡ് ചെയ്തത് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. NCCT റെക്കമെൻഡ് ചെയ്തത് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഈ സ്വാമിനാഥൻ കമ്മിറ്റി വേറൊരു പേരിലും പറയും, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. കാരണം നമ്മുടെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്? NCCT എന്ന് പറയുന്നത്. NCCT എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. 1976 ഫോം ചെയ്തതാണ് എന്ത്? NCCT. ഇതിനെ റെക്കമെൻഡ് ചെയ്തത് ആരാണ്? MS സ്വാമിനാഥൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ശിവരാമൻ കമ്മിറ്റി. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ? ശിവരാമൻ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ക്രാഫിക് കാർഡ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ വരുന്നത് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. എന്താണ്? ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചൗധരി ബ്രഹ്മപ്രകാശ് ആണ്. 1990 അപ്പോയിന്റ് ചെയ്യുകയും 1991 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പ്ലാനിംഗ് കമ്മീഷനാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു ഇവരുടെ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് in 1963 for strengthening the cooperative activities. Options are A. NABARD, B. NCUI, C. NCDC and D. NDDB. Correct answer option C ആണ്, NCDC. 1963 എസ്റ്റാബ്ലിഷ് ചെയ്ത നമ്മുടെ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? NCDC. NCDC എന്ന് പറയുന്നത് ഒരു കോർപ്പറേഷൻ ആണ് കേട്ടോ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ ഫോം. സിയുടെ സ്ഥാനത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ തരും, അപ്പൊ നിങ്ങൾ ഓർത്ത് തന്നെ പഠിക്കുക, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അവസാനമുള്ള സി എന്താണ്? കോർപ്പറേഷൻ ആണ്. ഇത് 1963 മാർച്ച് 13 വന്നത്. നമ്മുടെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡിന്റെ സക്സസർ ആണ് എന്ത്? NCDC. ആരാണ് NCDC ഫോം ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത്? നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, സർവേ കമ്മിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ആണ് ഫോർമേഷൻ ഓഫ് NCDC. NCDC ആക്ട് വരുന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1962 ആക്ട് വരുന്നത്. എന്നാൽ NCDC വരുന്നത് ഒരു വർഷത്തിന് ശേഷം, 1963. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടറായ മാർക്കറ്റിംഗ്, കൺസ്യൂമർ, പ്രോസസ്സിങ് ഇവരെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ത്? NCDC എന്ന് പറയുന്നത്. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് മോട്ടോ എന്താണ്? അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ്. NCDC സ്റ്റാർട്ട് ചെയ്തത് 3rd 5-year പ്ലാനിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം, ICDP പ്രോജക്റ്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് NCDC ആണ്. പിന്നെ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രെയിനിങ് സെന്റർ ഏതാണ്? ലിനാക്ക്. എന്താണ് അതിന്റെ ഫുൾ ഫോം? ലക്ഷ്മൺ റാവോ ഇനാംദാർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മുടെ റൂറൽ കൺസ്യൂമർ സ്കീം, അതായത് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് NCDC ആണ്. മാക്സിമം സപ്പോർട്ട് സ്കീം, മിനിമം സപ്പോർട്ട് സ്കീം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് NCDC ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? NCDC. ഇവരുടെ മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ ജനറൽ കൗൺസിലിൽ 51 അംഗങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 12 മെമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് NCDC.